കൂട്ടുകാരെ, ദീദിശാമയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള ബജറ കൃഷി കാണാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ബജറ കൃഷി ചെയ്യുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ബജാർ ഇങ്ങനെ കതിയിലിട്ട് കാണാൻ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ പേൾ മില്ലറ്റ് എന്നാ പറയുന്നത്. അത് എന്താണെന്നോ, തുകൾ അടക്കി വെച്ച പോലെ ഇല്ലേ ഈ കതിർക്കൊല കാണാൻ. അതുകൊണ്ടാണ് ഇതിനെ പേൾ മില്ലറ്റ് എന്ന് വിളിക്കുന്നത്. ചെറുധാന്യങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുള്ള ധാന്യമാണ് ബജറ. ബജറ കൃഷി ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. വെള്ളമൊക്കെ കുറച്ച് മതി ഇവന്. ഒരു ചെടിയിൽ നിന്ന് തന്നെ ഇതുപോലെ ധാരാളം കിനപ്പുകൾ വരും. വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ തണ്ടുകൾ നമുക്ക് പശുക്കൾക്കും മറ്റും തീറ്റയായി നൽകാം. നല്ലൊരു കാൽത്തീറ്റയാണിത്. വളക്കൂറുള്ള മണ്ണിൽ പെട്ടെന്ന് വളർന്നു വരും. ഏകദേശം 3 മാസം കൊണ്ട് വിളവെടുപ്പും നടത്താം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബജറ വളർത്താൻ കുറച്ച് വെള്ളം മതി. ധാരാളം പോഷക മൂല്യങ്ങൾ ഈ ചെറുധാന്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉത്തമ ആഹാരമാണ്. ഏറെ പോഷക ഗുണമുള്ള ഈ മില്ലറ്റ് നമുക്ക് അഴകിനും വീട്ടുമുറ്റത്ത് നട്ടു വളർത്താം. കതിർ വന്ന ബജറ ചെടികൾ നല്ല മനോഹരമാണ് കാണാൻ. ഇതിന്റെ പേര് തന്നെ പേൾ മില്ലറ്റ് എന്നാണല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് പേൾ മില്ലറ്റ് കൃഷി ചെയ്തതെങ്കിലും നല്ല വിളവ് ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഇതിന്റെ വിളവെടുപ്പ് നടത്തിയത്. ആദ്യത്തെ കതിർ ഞാനാണ് മുറിച്ചത്. അപ്പോൾ ഉണ്ടായ സന്തോഷം എന്റെ മുഖത്ത് കാണാനില്ലേ. കുറച്ച് കതിർ ഞാൻ പറിച്ചു. ഈ മുഴുവൻ ഉപ്പയ്ക്ക് പറിക്കുന്നുണ്ട്. പാകമായ മുഴുവൻ തിരികളും ഇന്ന് വിളവെടുക്കണം. അടുത്ത ദിവസം ബജറ കൊണ്ടുള്ള എന്തെങ്കിലും വിഭവം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാട്ടോ. ഇനി ഈ കതിരുകളിൽ നിന്നും ധാന്യങ്ങൾ വേർതിരിക്കണം. ബജറ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത തവണ ഞങ്ങൾ ബജറ നടുമ്പോൾ വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വീണ്ടും കാണാട്ടോ. ബൈ.